ആനന്ദ്, പൂരം. പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയെന്നറിഞ്ഞു. എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഈശ്വരന്റെ കൃപാകടാക്ഷമുണ്ട്. ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇന്ന് ഭാര്യ വീട്ടുകാരുടെ കുടുംബക്ഷേത്രത്തിൽ പോവുമല്ലേ? അതെ അമ്മേ. നിനക്കും ഉണ്ട് തറവാട് വീടും കുടുംബക്ഷേത്രമൊക്കെ. അവിടെയും പോണം. എന്താ, അതിന് ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? അതോ അമ്മായിയച്ഛൻ പറയുന്ന അമ്പലത്തിലേക്കേ പോവുള്ളൂന്നുണ്ടോ? തറവാട്ട് വീട്ടിൽ സർപ്പദൈവങ്ങൾക്കുള്ള കളമെഴുത്തും പാട്ടും ഒക്കെ ആരംഭിക്കുക. ഞാൻ അവിടെ ഉണ്ടാവും. നീ വരണം. ശരിയമ്മേ. ചേച്ചി, ഇതെന്തൊരു ഒരുക്കുവാ? കല്യാണ പെണ്ണൊന്നുമല്ലല്ലോ. പടാ, വലിയ കുഞ്ഞിന്റെ കൂടെ പോകുമ്പോ അതിന്റേതായ ഒരു ഗെറ്റപ്പ് ഒക്കെ വേണ്ടടാ അനിയൻകുട്ടാ. പിന്നെ വേണം വേണം. അനിയൻകുട്ടാ, ബാഗിനകത്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോന്ന് ചോദിക്കേ. ഇപ്പൊ വരാമേ. അച്ഛനതങ്ങ് നേരിട്ട് പോയി ചോദിച്ചൂടെ? എന്തിനാ എന്നെ ചുമതലപ്പെടുത്തുന്നേ? അങ്ങനെ തന്നെ വേണം. ഓ, അച്ഛൻ ചോദിച്ചാ കൊടും ബാധകല്ലേ? അച്ഛൻ മഹാഭാവിയല്ലേ? എല്ലാം നോക്കിട്ട് എടുത്ത് വെച്ച തന്നെയാ. കൂടെ കൂടെ എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയൻകുട്ടാ, ഇതിനകത്തെ വൈരി നെക്ലസ് ഒന്നും വെച്ചിട്ടില്ല. കൂടെ കൂടെ ഉണ്ടോ നോക്കാൻ. ഈ വല്യൂഞ്ഞ് എന്താ ഇത്ര താമസിക്കണേ? എത്ര ദൂരം പോകാനുള്ളതാണെന്ന് അറിയോ? 2 പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ട് വരാനുള്ള നേരാ കഴിഞ്ഞേ. ഓ, അമ്പലത്തിൽ പോയ കൃത്യസമയത്ത് എഴുന്നള്ളുന്ന ഒരാളെ കണ്ടില്ലേ? അമ്പലത്തിൽ പോയ അമ്പലം അടയ്ക്കാതെ തിരികെ വരില്ല. അങ്ങനെയുള്ള ആളാ വല്യൂഞ്ഞിനെ കുറ്റം പറയുന്നത്. അടുപ്പത്തെന്തോ കരിയുന്നുണ്ടല്ലോ. അയ്യോ, അവിയല് കരിഞ്ഞു പോയല്ലോ. അവിയലെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറഞ്ഞ അവനെടുത്ത് വീണ്ടും അടുപ്പത്ത് വെച്ചു. ഇനി ഇതെന്തിനു കൊള്ളാം? ഇന്ന് ഞാൻ ഇവനെ ഡാനിക്കുട്ടാ, അവിയലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? പിന്നെ എന്തിനാ നീ എടുത്ത് വീണ്ടും ചൂടാക്കാൻ വെച്ചേ? അയ്യോ ചേച്ചി, ഞാൻ ഇന്ന് അടുക്കളയിൽ കേറിയതേ ഇല്ല. അച്ഛനായിരുന്നു അടുക്കള നിന്നത്. ചുമ്മാതല്ല, അടുപ്പിലിരുന്ന് അവിയലൊക്കെ കരിഞ്ഞു പോയത്. ദേ, ഇനി ഞാൻ വരുന്നതുവരെ ഗ്യാസ് കത്തിച്ചിട്ടുള്ള ഒരു പരിപാടി വേണ്ട.
ഗ്യാസ് കത്തിച്ച് മറന്നു കിടക്കുക ചില പാചക ശിരോമണികള്. ഇങ്ങോട്ട് നോക്കേ. സൂക്ഷ്മത ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഗ്യാസ്. ഇതെല്ലാം കത്തിപ്പിടിച്ചെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പറഞ്ഞു കേട്ടല്ലോ അച്ഛാ. ചേച്ചി ചോറ് എടുത്തായിരുന്നു. ഞാനിപ്പോ ബാഗിനകത്തോട് വെച്ചാൽ നീ കണ്ടു തന്നെയല്ലേ? അല്ല പിന്നെ വലിയങ്ങനെ കാണാനായിട്ട് ചേച്ചി ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുകയായിരുന്നു. ചക്ക എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്താ വലിയ താമസിച്ചേ? ക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ കണ്ടു. അഖിലമ്മേടത്തിനെയോ? ആ അതെ. എന്നിട്ട് തറവാട്ടിലൊരു കളമെഴുത്തും പാട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അതിലും കൂടി പങ്കെടുക്കണം എന്നർത്ഥത്തിലെ അമ്മ സംസാരിച്ചത്. വെല്ലുവിനെ മാഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കുഞ്ഞ് തറവാട്ടിൽ നടക്കുന്ന പൂജയെ പങ്കെടുക്കണം. അമ്മ പറഞ്ഞതനുസരിച്ച് എനിക്ക് പങ്കെടുക്കണമെന്നുണ്ട് ദാസേട്ടാ. പക്ഷേ എന്റെ കുട്ടിക്കാലത്ത് എങ്ങോ പോയതാ ഞാനവിടെ. എനിക്ക് വഴിയൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ശിവരാമ സാറിനോട് ചോദിച്ചിട്ട് വാ. സാർ അവിടെ ഉണ്ടാവുമല്ലോ. ചെല്ല്. അഖില മാഡം പറഞ്ഞാലേ അത് നിരസിക്കാൻ നിൽക്കണ്ട. മാഡത്തിന്റെ അങ്ങോട്ട് പോകുന്നു പറഞ്ഞേക്ക്. ശരി ദാസേട്ടാ, ഞാനിപ്പോ വരാം. ആനന്ദ്, നീ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയോ? പോയിരുന്നു സാർ. ഇന്ന് ഞാനും കല്യാണിയും കൂടി കല്യാണിയുടെ കുടുംബക്ഷേത്രത്തിലേക്കൊന്ന് പോകുന്നുണ്ട്. ഓക്കെ. ദാസേട്ടനോട് ഗുരുജി പറഞ്ഞതാ ഞങ്ങളോട് കുടുംബക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴാൻ. നന്നായി. സ്വസ്ഥവും സമാധാനപരമായ ജീവിതത്തിന് കുലദൈവങ്ങളുടെ അനുഗ്രഹം വളരെ നല്ലതാണ്. ദാസും വരുന്നുണ്ടോ കൂടെ? ഇല്ല സാർ, ഞാനും കല്യാണിയും മാത്രമേ പോകുന്നുള്ളൂ. കാർ അയക്കണോ ആനന്ദ്? ഏയ് വേണ്ട ചാ, ഞങ്ങള് സ്കൂട്ടറിലാ പോകുന്നത്. അച്ഛാ, ഋഷികേശ് മുത്തച്ഛന്റെ തറവാട്ടിലേക്കുള്ള വഴി ഞാനങ്ങ് മറന്നു. പണ്ടെന്നോ പോയിട്ടുള്ളതല്ലേ. എന്താ ആനന്ദ്, ഇളയച്ചനെ കാണാനും പോകുന്നുണ്ടോ? അച്ഛാ, അവിടെ പൂജ എന്തോ നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അവിടെ കൂടി ഒന്ന് കയറണം. പൂജ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എങ്ങനെ അറിഞ്ഞു? ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ടിരുന്നു അച്ഛാ. അഖില പറഞ്ഞു അല്ലേ? അതെ അച്ഛാ, അവിടെയും കൂടി ഒന്ന് പോകണമെന്ന് അമ്മ പറഞ്ഞു. ചെറുപ്പത്തില് അമ്മയോടും അച്ഛനോടൊപ്പം പോയതാ. എനിക്ക് വഴി അത്ര നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചറിയാൻ വന്നത്. അത് എളുപ്പമാ. ദാസിന്റെ കുടുംബക്ഷേത്രം ഇല്ലേ, അവിടെ നിന്ന് വലത്തേക്ക് പോകുമ്പോ ബൈപ്പാസ് റോഡിലേക്ക് കയറും. അവിടെ നിന്ന് നേരെ ഒരു 20 കിലോമീറ്റർ പോകുമ്പോ അവിടെ നിന്ന് കൊട്ടാരപ്പടിയിലേക്കൊരു ബൈ റോഡുണ്ട്. അവിടേക്ക് കയറുമ്പോഴത്തേക്കും കുടുംബ വീട് കാണാം. ആരോട് ചോദിച്ചാലും അറിയും. ശരി അച്ഛാ. പിന്നെ കല്യാണിയും കൂടെ ഉണ്ട്. സ്കൂട്ടറിൽ സൂക്ഷിച്ചു വേണം പോവാൻ. ശരി അച്ഛാ. നീ എന്താ ഇവിടെ? ഓ, വഴിതെറ്റി വന്നതായിരിക്കുമല്ലേ? വഴിതെറ്റി വന്നതല്ല, വഴി അറിയാൻ വേണ്ടി വന്നതാ. അമ്മ പറഞ്ഞതനുസരിച്ച് മുത്തച്ഛന്റെ തറവാട്ടിലേക്ക് കൂടി പോവാന്ന് കരുതി. അങ്ങോട്ടുള്ള വഴി അറിയില്ല.
ഞാനത് അച്ഛനോട് ചോദിച്ചറിയായിരുന്നു. എന്താ നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതനുസരിച്ച് പോവാൻ തീരുമാനിച്ചെന്നോ? ഞാൻ എപ്പോ പറഞ്ഞു? എന്തു പറഞ്ഞു? അമ്മ അമ്പലത്തിൽ വെച്ച്. അമ്പലത്തിൽ വെച്ചോ? ഏതമ്പലത്തിൽ വെച്ച്? നിനക്ക് എന്തു പറ്റി? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ആരെയും കണ്ടിട്ടുമില്ല. നീ എന്താ ആടിനെ പട്ടിയാക്കാണോ? അച്ഛാ എന്താ അച്ഛാ അമ്മ ഇങ്ങനെ? അമ്മ എന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടതാ. അമ്മയെ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്. ഞാൻ ദാസേട്ടന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണോന്ന് അമ്മ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചായിരുന്നു. അനന്ത്, അവള് പറഞ്ഞല്ലോ നീ ആടിനെ പട്ടിയാക്കിയെന്ന്. ആടിനെ പട്ടിയാക്കിയത് നീയല്ല, അവളാ. ക്ഷേത്രത്തിൽ വെച്ച് അവൾ നിന്നെ കണ്ടു, നിന്നോട് സംസാരിച്ചു, ഇളയച്ചന്റെ തറവാട്ടിലേക്ക് പോകാൻ നിന്നെ ക്ഷണിക്കുകയും ചെയ്തു. ഇതൊക്കെ നടന്നത് തന്നെയാണ്. പിന്നെ ഇപ്പോ താനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഭാവിച്ച അഖില പോയത് നിന്നെ പൊട്ടനാക്കാനല്ല. ഞാൻ കൂടെ നിന്നതുകൊണ്ട് അഖിലേക്ക് അതൊക്കെ സമ്മതിച്ചു തരാനുള്ള ഒരു മടി. അതുമാത്രമാണ് കാര്യം. പൊട്ടനാക്കിയത് എന്നെയാണ്. അച്ഛാ അതെ, ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഇനി ബാക്കിയൂടെ ശരിയായിക്കോളും. നീ ദാസ് പറഞ്ഞതുപോലെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വാ. സമയം കിട്ടിയാൽ അഖില പറഞ്ഞത് മുടക്കണ്ട. ശരി അച്ഛാ. ശരി, വഴി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പഠിക്കണ്ട. ശരി, പോയിട്ട് വാ മോനെ, സന്തോഷമായിട്ട് പോയിട്ട് വാ. അഖില, നീ തറവാട്ടിലേക്ക് ഏതോ പൂജയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞു. പൂജ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള സത്യം തന്നെയാ. സാധാരണ ഇത്തരം ചടങ്ങുകൾക്ക് നമ്മൾ ഒരുമിച്ച് പോകാറാണ് പതിവ്. ഇപ്പോൾ ഞാനത് അറിയുന്ന പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഞാനും നീയും എന്നൊക്കെ മാറിയെന്നർത്ഥം. മുൻപൊക്കെ അഖില ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നോട് ആലോചിക്കുമായിരുന്നു. ആ കാലമൊക്കെ നമുക്ക് അന്യമായി പോയില്ലേ കൃഷ്ണേട്ടാ? ഇന്നൊരു മുറിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നേ ഉള്ളൂ. മനസ്സുകൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിപ്പോയി, രണ്ടുപേരും രണ്ട് തീരത്ത്. അകലാൻ തക്ക കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അന്യോന്യമുള്ള തിരിച്ചറിവാ പ്രധാനം. ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയം ഇല്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് അകലാൻ ശ്രമിക്കരുത്. ഞാൻ ആരിൽ നിന്നും ഇതുവരെ അകലാൻ ശ്രമിച്ചിട്ടില്ല. ആരെയും അകറ്റി നിർത്തിയിട്ടുമില്ല മനഃപൂർവ്വമായി. മാപ്പില്ലാത്ത തെറ്റ് ചെയ്യുന്നവരെ ചിലപ്പോ അകറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കൃഷ്ണേട്ടൻ ആ ഗണത്തിൽപ്പെടില്ലല്ലോ. ഇപ്പോ ഭർത്താവിനും മക്കൾക്കും ഞാനൊരു ശത്രു. തറവാട്ടിൽ സർപ്പദൈവങ്ങൾക്കുള്ള കളമെഴുത്തും പാട്ടും. ഇളയച്ചൻ വന്നിട്ടുണ്ട്. ഞാൻ വേണം ആ ചടങ്ങിൽ പ്രധാന കർമ്മങ്ങൾ നിർവഹിക്കാൻ. അഖില, നിന്റെ വാക്കുകൾക്കൊക്കെ ഒരു കാർക്കശ്യം. മരണം വരെ എന്റെ കൃഷ്ണേട്ടനോട് ഞാൻ പറയുന്ന വാക്കുകൾ പൂജാപുഷ്പം പോലെ പരിശുദ്ധമായിരിക്കണം എന്ന പ്രതിജ്ഞ എടുത്തവളായിരുന്നു ഈ അഖില. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ആ പ്രതിജ്ഞ തെറ്റിക്കുക. ഇണങ്ങാത്ത കണ്ണുകൾ എവിടെയോ വന്നുപോയി. അഖില,
ഞാനും നീയും കൂടെ കെട്ടിപ്പടുത്ത ഈ കുടുംബത്തിന് ഒരു താളമുണ്ടായിരുന്നു. എന്ന് ആ താളം നഷ്ടപ്പെട്ടു. വാക്കുകളെ കാലം കഠോരമാക്കി. പല വാക്കുകളും പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സംസാരം അധികം തുടരുന്നതിൽ അർത്ഥമില്ല കൃഷ്ണേട്ടാ. പോയിട്ടെന്തായി? ശിവരാം സാറിനെ കണ്ടോ? അഖിലാമ്മയുടെ എന്ത് പറഞ്ഞു? അത് അമ്മ അതിനെക്കുറിച്ചൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മയല്ല, വീട്ടിൽ വന്നപ്പോ മറ്റൊരു സ്വഭാവം. അതൊന്നും സാരമില്ല കുഞ്ഞ്, അമ്മയല്ലേ. മാഡത്തിന് ടെൻഷൻ ഉണ്ടാവും. കുഞ്ഞിനെ കുറിച്ച് വലിയ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നല്ലേ, അതൊന്നും കാര്യാക്കാനില്ല. തറവാട്ട് വീട്ടിലെ പൂജയ്ക്ക് അമ്മ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് നിർബന്ധമായിട്ടും പോണം. വല്യുഞ്ഞെ, നമുക്ക് പോവാം. പോവാം കല്യാണി. കല്യാണി ഇനി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ വല്യുഞ്ഞെ, എന്തെങ്കിലും മറന്നോ? അതല്ല കല്യാണി, നീ ഇപ്പോ ദാസേട്ടനോട് സംസാരിക്കണം. വല്യുഞ്ഞെ, കല്യാണി, നമ്മളൊരു നല്ല കാര്യത്തിന് പോവല്ലേ. ദാസേട്ടനോട് സംസാരിച്ച് അച്ഛനും മകളും കൂടിയുള്ള ആ പിണക്കം അങ്ങ് തീർത്തുകളാ. ഇപ്പൊ വേണ്ട വല്യുഞ്ഞെ. കല്യാണി, പാവല്ലേ ദാസേട്ടൻ. പ്ലീസ് വല്യുഞ്ഞെ, ഇപ്പൊ എന്നെ നിർബന്ധിക്കല്ലേ. ഞാൻ തിരിച്ചു വന്നിട്ട് സംസാരിച്ചോളാം. കല്യാണി, അത് പ്ലീസ്, സത്യം, അത് മതി. ശരി, എന്നാ വാ പോ. അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മയല്ല, വീട്ടിൽ വന്നപ്പോ മറ്റൊരു സ്വഭാവം.